എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ. എല്ലാ വർഷക്കാലവും കഷ്ടാനുഭവ ആഴ്ചയുടെ ദിവസങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണവും പുനരുത്ഥാനവും ചരിത്ര സത്യമല്ല, സഭ കെട്ടിച്ചമച്ച ഒരു കഥയാണ് എന്ന് വാദിക്കുന്ന അനേകം ചിത്രീകരണങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ പുസ്തക രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നതെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഈ കാലങ്ങളിൽ അത് വീഡിയോ ക്ലിപ്പുകളായിട്ട്, എഴുത്തുകളായിട്ട്, പ്രസൻറ്റേഷൻസായിട്ട് ഒക്കെയും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവിടെയൊക്കെ ഉന്നയിക്കപ്പെടുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകാനുണ്ടെങ്കിലും ഈ ചെറിയ വീഡിയോയിലൂടെ എല്ലാം ചെയ്യാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഈ വീഡിയോയിൽ കൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. സമയം ലഭിക്കുകയാണെങ്കിൽ കൂടുതൽ വീഡിയോകൾ ഈ വിഷയത്തിൽ ഞാൻ ഇടുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. 2007 ഫെബ്രുവരി മാസത്തിൽ വലിയൊരു പ്രസ്താവന അമേരിക്കൻ മാധ്യമങ്ങളിലെല്ലാം വന്നു. അത് ടൈറ്റാനിക് എന്ന ലോകപ്രസിദ്ധമായ സിനിമയുടെ ഡയറക്ടറായിരുന്ന ജെയിംസ് കാമറൂണും ഒരു ഇസ്രായേലി മനുഷ്യനായിരുന്ന സിംച ജാക്കോവിബി എന്ന് പറയുന്ന ഒരു മനുഷ്യനും കൂടി ഒരു വലിയ പത്രസമ്മേളനം നടത്തുന്നെന്നും അവരാധികാരികമായിട്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവ് ആ പത്രസമ്മേളനത്തിൽ അവതരിപ്പിക്കും എന്നതായിരുന്നു ആ വാർത്ത. എന്നെപ്പോലുള്ളവർ വളരെ കൗതുകത്തോടു കൂടിയാണ് ആ വാർത്ത ശ്രദ്ധിച്ചത്. ആ പത്രസമ്മേളനം നടന്നുടനെ അത് കാണുകയും ചെയ്തു. അന്ന് അവരൊരു തെളിവായിട്ട് അവിടെ സമർപ്പിച്ചത് ഒരു ചെറിയ മാർബിൾ ബോക്സ് ആയിരുന്നു. ആ മാർബിൾ ബോക്സിൽ എബ്രായ ഭാഷയിൽ എന്തോ കുറിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കുറിച്ചിരുന്നത് ജീസസ് സൺ ഓഫ് ജോസഫ് എന്നാണ് എബ്രായ ഭാഷയിൽ കുറിച്ചിരുന്നത് എന്നാണ് അവരെന്നവിടെ വ്യക്തമാക്കിയത്. അപ്പോൾ അവർ പറഞ്ഞു, ഇതാ യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്തില്ല, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചില്ല, യേശുക്രിസ്തുവിനെ ജോസഫിൻ്റെ കല്ലറയിൽ അടക്കിയില്ല, ഇതെല്ലാം ക്രിസ്ത്യാനികൾ കണ്ടുപിടിച്ച കെട്ടുകഥയാണ് എന്നുള്ളതിൻ്റെ തെളിവ് ഇതാ എന്ന് പറഞ്ഞാണ് അവർ ആ കൊച്ചു മാർബിൾ ബോക്സ് അവതരിപ്പിച്ചത്. അതിൻ്റെ പ്രസക്തി എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ യഹൂദന്മാരുടെ പ്രാചീന കാലത്തെ ശവസംസ്കാര ചടങ്ങുകളെക്കുറിച്ചൊരു ചിത്രം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ ചെയ്യുന്നത് പോലെ മണ്ണിൽ 6 അടി ആഴത്തിൽ ഒരു കുഴി ഉണ്ടാക്കി അതിൽ കാസ്കറ്റിലോ വെച്ചോ അല്ലെങ്കിൽ ശവശരീരം തുണിയിൽ പൊതിഞ്ഞ് കെട്ടിയോ അടക്കുന്ന ഒരു രീതി അല്ല യഹൂദന്മാർക്കുണ്ടായിരുന്നത്. അവർ വെട്ടിയെടുത്ത കല്ലറകളാണ് അവർക്കുണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കുന്നിൻ്റെ സൈഡിൽ ഒരു ഏരിയ അവർ വെട്ടിയെടുത്തിട്ട് അവിടെയാണ് അവരുടെ ആളുകളെ അവർ അടക്കുന്നത്. നമ്മൾ ചില കല്ലറകൾ, ഇപ്പം ജോസഫ് അരിമത്യയുടെ കല്ലറയുടെ മുമ്പിൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. സ്വാഭാവികമായിട്ട് അവരെ അടക്കുമ്പോൾ കല്ലങ്ങനെ മുന്നിൽ ഉരുട്ടി വെക്കുന്ന രീതി പോലും അവർക്കില്ലായിരുന്നു. ആ ശവശരീരം അവിടെ വെച്ചിട്ട് പോവുകയാണ് ഒരു പതിവ്. പിന്നെ ബാക്കി പ്രകൃതി ചെയ്യും. ആ ശവശരീരം ക്രമേണ മെഡിക്കൽ സയൻസിൽ മോർട്ടിസുകൾ എന്ന് വിളിക്കുന്ന ആ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ആ ശരീരത്തിലെ മാംസമെല്ലാം പോയി അവസാനം അസ്ഥികൾ മാത്രം ശേഷിക്കും. കുറേ കാലത്തിന് ശേഷം അവർ മടങ്ങി വന്ന് ആ അസ്ഥികളെല്ലാം പറക്കിയെടുത്ത് ഒരു കൊച്ചു ബോക്സിൽ വയ്ക്കും. പണമുള്ളവരാണെങ്കിൽ ഒരു മാർബിൾ കൊണ്ടുണ്ടാക്കിയ ബോക്സ് ആയിരിക്കും. എന്നിട്ട് ആരുടെ അസ്ഥികളാണോ ഇത്, ആ ആളിൻ്റെ പേര് അവർ എഴുതി വയ്ക്കും. പണമില്ലാത്തവരാണെങ്കിൽ തടി കൊണ്ടുണ്ടാക്കിയ ബോക്സിൽ അവരുടെ പേര് കൊത്തിവയ്ക്കും. ഇതായിരുന്നു അവരുടെ അടക്ക രീതി. അപ്പോൾ 2007 ഫെബ്രുവരിയിൽ ജെയിംസ് കാമറൂണും സിംച ജാക്കോവിബിയും കൂടെ കാണിച്ചത്, നോക്ക്, യേശുവിനെ ഇതുപോലെ അടക്കി. യേശു സ്വാഭാവികമായിട്ട് ജീവിച്ചു, സ്വാഭാവികമായിട്ട് മരിച്ചു. യേശുവിനെ അടക്കി കുറേ കഴിഞ്ഞ് യേശുവിൻ്റെ കുടുംബക്കാർ കടന്നു വന്ന് അവൻ്റെ അസ്ഥികളെല്ലാം കൂടെ പറക്കി വെച്ച ബോക്സാണ് ഇത് എന്ന് ആണ് അവരെന്ന് വാദിച്ചത്. ആ വാദം പക്ഷെ ഫലിച്ചില്ല. കാരണം സെക്കുലർ മീഡിയ തന്നെ വന്നതിനെതിരായിട്ട് സംസാരിച്ചു. അന്ന് അവിടെ കൂടിയിരുന്ന പത്രപ്രവർത്തകർ തന്നെ അതിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇവർ കൊണ്ടുവന്ന ഈ ബോക്സ് ഇവർ യെരുശലേമിൽ ഈ സിംച നടത്തിയ ഗവേഷണങ്ങളിൽ നിന്നും കണ്ടെത്തി എന്നാണ് ആ മനുഷ്യൻ അവതരിപ്പിച്ച്, അദ്ദേഹം ജെയിംസ് കാമറൂണെയും പറഞ്ഞ് സമ്മതിപ്പിച്ച് ആണ് ഈ പത്രപ്രസ്താവന നടത്തിയത്.
2-3 പ്രോബ്ലം ആളുകൾ ചൂണ്ടിക്കാണിച്ചു. ഒന്ന്, ഇവിടെ യേശു എന്ന പേരുള്ള ഒരു ബോക്സ് അല്ല യെരുശലേമിൽ തിയോളജിക്കൽ ഗവേഷണം നടത്തിയിട്ടുള്ളത് കണ്ടെടുത്തിട്ടുള്ളത്. 20 21 ബോക്സുകൾ അങ്ങനെയുള്ളത് അവർ കണ്ടെടുത്തിട്ടുണ്ട്. കാരണം യേശു എന്നുള്ള പേരൊരു സാധാരണ നാമമായിരുന്നു. യോശുവ എന്ന പേരിൻ്റെ ഒരു വകഭേദമാണ് യേശു എന്ന് നമുക്കറിയാമല്ലോ. യോശുവ എന്നുള്ളതിൻ്റെ എബ്രായ ഭാഷയാണ് യേശുവ എന്നുള്ളത്. ആ യേശുവ എന്നുള്ള പേരുള്ള അനേകം ബോക്സുകൾ, 20 21 ബോക്സുകൾ അവർ കണ്ടെടുത്തു. ഇതിലേതാണ് ബൈബിളിൽ പറയുന്ന യേശുവിൻ്റെ എന്നാണ് ആളുകൾ ചോദിച്ചത്. അതിന് മറുപടി നൽകുവാൻ ജെയിംസ് കാമറനെ കൊണ്ടോ സിംച ചാക്കോബി ബീബിയെ കൊണ്ടോ സാധിച്ചില്ല. രണ്ടാമത് ഇവരെ ഗവേഷണം നടത്തി കണ്ടെടുത്തു, അല്ലെ ഈ ബോക്സ് തപ്പിയെടുത്തു എന്ന് പറയുന്നത് യെരുശലേം പട്ടണത്തിലാണ്. യേശു ജീവിച്ച യെരുശലേം പട്ടണത്തിലല്ലെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. യേശുവിൻ്റെ കുടുംബം നസറേത്തിലായിരുന്നു. യെരുശലേമിൽ നിന്ന് 90 മൈൽ അകലെ ഉള്ള നസറേത്ത് ഗ്രാമത്തിലാണ് യേശു വളർന്നത്. അപ്പോൾ യേശു സ്വാഭാവികമായിട്ടും ജീവിച്ച് സ്വാഭാവികമായിട്ടും മരിച്ച് കുറേ കഴിഞ്ഞ് മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ആ കുടുംബത്തിൻ്റെ ആളുകൾ വന്ന് യേശുവിൻ്റെ അസ്ഥികൾ പറക്കിയെടുത്ത് ആ ഒരു കൊച്ചു പെട്ടി, ആ പെട്ടിക്ക് അവർ വിളിക്കുന്ന ഓസ്വറി എന്ന ആ ഒരു ഓസ്വറിയിൽ സൂക്ഷിക്കുകയായിരുന്നെങ്കിൽ അത് കാണേണ്ടിയിരുന്നത് നസറേത്തിലാണ്, യെരുശലേമിലല്ലായിരുന്നു. അത് വളരെ വ്യക്തമായിട്ട് ആളുകൾ പറഞ്ഞപ്പോൾ ഇവരുടെ ഈ വാദഗതി തളർന്നുപോയി. ഇത് മാത്രമല്ല, ധാരാളം ആളുകൾ ധാരാളം രീതിയിൽ യേശുക്രിസ്തു മരിച്ചില്ല, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റില്ല എന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഇന്ന് നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരു വാദഗതിയാണ് ഖുറാനിലെ വാദഗതി. ഖുറാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു യേശുക്രിസ്തു മരിച്ചില്ല, യേശുക്രിസ്തു മരിച്ചെന്ന് മറ്റുള്ളവർക്ക് തോന്നിയതേ ഉള്ളൂ. ഖുറാൻ്റെ സൂറ അൻ-നിസ 4 വാക്യം 157 അവിടെ പറയുന്നത് അവർ യേശുക്രിസ്തുവിനെ ഒരിക്കലും കൊന്നില്ല, അവർക്കങ്ങനെ തോന്നത്തക്ക രീതിയിൽ അത് കാര്യം നടന്നു എന്നേ ഉള്ളൂ. ആ ഖുറാനിലെ വാദഗതിയെക്കുറിച്ച് തന്നെ പല ആളുകൾ പല രീതിയിൽ എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. ചിലർ പറയുന്നു അന്ന് സംഭവിച്ചത് യേശുക്രിസ്തുവിനെ യൂദാ കാണിച്ചു കൊടുക്കാൻ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 11 ശിഷ്യന്മാരെ കണ്ടപ്പോൾ ഒരുപോലെ ഇരുന്നു. 11 ശിഷ്യന്മാരെയും കണ്ടപ്പോൾ യേശുവിനെ പോലെ ഇരുന്നു. അതുകൊണ്ട് യഥാർത്ഥ യേശുവിനെ അല്ല അവരെ പിടിച്ചുകൊണ്ടുപോയി ക്രൂശിച്ച മറ്റൊരാളെയാണ് എന്നൊരു വാദഗതി ഞാൻ വായിച്ചിട്ടുണ്ട്. മറ്റൊരു വാദഗതി ഞാൻ വായിച്ചിട്ടുള്ളത് അവിടെ വന്നുടനെ യൂദ യേശുവിനെ പോലെ ആയിത്തീർന്നു, അതുകൊണ്ട് യൂദായെയാണ് കൊണ്ടുപോയി ക്രൂശിച്ചത് എന്നുള്ളതാണ് മറ്റൊരു വാദഗതി ഞാൻ വായിച്ചിട്ടുള്ളത്. മൂന്നാമത് നമ്മുടെ ഭാരതത്തിൽ ഉടലെടുത്ത മുഹമ്മദീയരുണ്ടല്ലോ, അവരുടെ ഫൗണ്ടറായിരിക്കുന്ന ഗുൽസാം പറഞ്ഞത് അല്ല, യേശുക്രിസ്തു ക്രൂശിൽ കയറി യേശുവിനെ ക്രൂശിൽ അവർ തറച്ചു, പക്ഷേ യേശു ക്രൂശിൽ മരിച്ചില്ല. യേശുക്രിസ്തു ക്രൂശിനെ അതിജീവിച്ചു കഴിഞ്ഞ് യേശുക്രിസ്തു അവിടെ നിന്ന് ഒരു സുദീർഘ യാത്ര പുറപ്പെട്ടു. ഇസ്രായേൽ ഗോത്രത്തിലെ കാണാതെ പോയ 10 ഗോത്രക്കാരോട് തൻ്റെ സന്ദേശങ്ങൾ അറിയിക്കാൻ വേണ്ടി അദ്ദേഹം യാത്ര ചെയ്ത് കാശ്മീരിൽ വന്നു. കാശ്മീരിൽ വെച്ച് അദ്ദേഹം സ്വാഭാവികമായി മരിച്ചു. എന്നിട്ട് അവർ അവിടുത്തെ ഒരു കബറടക്കവും ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, ഇതാണ് യേശുവിനെ അടക്കിയിരിക്കുന്ന സ്ഥലം എന്ന് പറയാറുണ്ട്. എന്നാൽ അതിനുള്ളൊരു നല്ല വിഷയം എന്ന് പറയുന്നത് മറ്റു മുസ്ലിങ്ങൾ തന്നെ അതിനെ എതിർത്തിട്ട് പറഞ്ഞു, ഇവിടെ അടക്കിയിരിക്കുന്നത് യേശുക്രിസ്തുവിനെ അല്ല, അവിടെ ജീവിച്ച ഒരു ഭക്തനായ മുസ്ലിം മനുഷ്യൻ്റെ ശവകുടീരമാണ് അത് എന്ന് അവർ തന്നെ പറവാൻ തക്കോണം ഇടയായിട്ടുള്ളതാണ്. ഈ നാലാമതായിട്ട് വേറെ വ്യാഖ്യാനം ഞാൻ കേട്ടിട്ടുള്ളത് യേശുക്രിസ്തു മരിച്ചില്ല, മരണം ഒരു ഇല്യൂഷനായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു മാജിക് ആയിരുന്നു. അതുകൊണ്ട് യേശു മരിച്ചില്ല, യേശു മരിക്കാതെ കുരിശനെ അതിജീവിച്ചു വീണ്ടും ജീവിച്ചു, സ്വാഭാവികമായിട്ട് മരണമടഞ്ഞു. ഇങ്ങനെ അനേകം കഥകൾ ആളുകൾ യേശുക്രിസ്തു മരിച്ചില്ലെന്നും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നും പറയുവാൻ തക്കോണം ഉപയോഗിക്കാറുണ്ട്. 1-2 കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് സമ്മതിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ. എന്തുകൊണ്ടാണ് മഹാപുരോഹിതന്മാർക്ക് യൂദായുടെ സഹായം ആവശ്യം വന്നത്? ഒരുവേള യേശു എല്ലാ ചെറുപ്പക്കാരായ യഹൂദന്മാരെ പോലെ അന്ന് താടിയുള്ളവനായിരുന്നിരിക്കാം. യേശുവിനെ ശിഷ്യന്മാരെയും കണ്ടാൽ ഏകദേശം ഒരുപോലെ ഇരുന്നു എന്നും നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. കാരണം എല്ലാ യഹൂദ പുരുഷന്മാരും നീളമുള്ള ലോഹ പോലുള്ള വസ്ത്രം ധരിച്ച് താടിയും വെച്ച് നടക്കുന്നൊരു കാലമായിരുന്നു. അതുകൊണ്ട് ആണ് യൂദാ ചെന്നവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഇളവിനെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടായെന്ന് വരാം,
എന്നാൽ ഞാൻ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചു തരാം ആരാണ് നസറായനായ യേശു എന്ന്. അവനെ വേണം നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ എന്ന് ഒരു ധാരണയിലെത്തി 30 വെള്ളിക്കാശും വാങ്ങിച്ചുകൊണ്ട് യൂദാ പോയി. എന്നിട്ട് യൂദാ എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു, ആരെ ഞാൻ ചുംബനം കൊടുത്ത് സ്വീകരിക്കുന്നുവോ, മധ്യപൗരസ്യം നമുക്കറിയാലോ, പുരുഷന്മാർ പരസ്പരം കാണുമ്പോൾ ചെള്ളയ്ക്ക് ചുംബനം കൊടുക്കുന്ന രീതിയുണ്ട്. അങ്ങനെ ആരെ ഞാൻ ചുംബനം കൊടുത്ത് സ്വീകരിക്കുന്നുവോ അവനാണ് യഥാർത്ഥത്തിൽ നസ്രായനായ യേശു. അവനെ നിങ്ങൾ അറസ്റ്റ് ചെയ്യണം. യേശു ശിഷ്യന്മാരും കൂടെ ഒലിമലയിൽ വന്നു. ഗെത്സമനേൽ തോട്ടത്തിൽ യേശുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം ആണ് ഈ സംഭവം നടക്കുന്നത്. യൂദായും മഹാപുരോഹിതൻ്റെ പടയാളികളും കൂടെ കടന്നു വന്നു, ചേവകരും കൂടെ കടന്നു വന്നു. യൂദ പറഞ്ഞൊത്തിരുന്ന പോലെ യേശുവിനെ ചുംബനം കൊണ്ട് സ്വീകരിച്ചു. അത് കണ്ടുടഞ്ഞ് അതാണ് യേശു എന്ന് അവർ മനസ്സിലാക്കിയിട്ട് യേശുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. തുടർന്നുണ്ടായ ക്രൂശീകരണത്തിൻ്റെ കഥകളെല്ലാം മത്തായിയുടെ സുവിശേഷം 26ഉം 27 അധ്യായങ്ങൾ സുദീർഘമായിട്ട് വിവരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വായിച്ചു നോക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, അങ്ങനെ യേശുവിനെ അറസ്റ്റ് ചെയ്തു. യഹൂദന്മാർക്ക് അവനെ കൊല്ലുവാനുള്ള അവകാശമില്ലാതെ കൊണ്ട് പീലാത്തോസിനെ ഏൽപ്പിച്ചു. അവനെ ക്രൂശിക്കുക എന്നുള്ള യഹൂദന്മാരുടെ അട്ടഹാസത്തിന് മുമ്പിൽ പീലാത്തോസ് കൈ കഴുകി ഒഴിഞ്ഞു മാറിയിട്ട് ക്രൂശിക്കാൻ തക്കവണ്ണം യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തു. യേശുവിനെ അവർ ക്രൂശിച്ചു. അപ്പോൾ യേശുക്രിസ്തുവിനെ ക്രൂശിച്ച് കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു മരിച്ചോ എന്നുള്ളതാണല്ലോ അടുത്ത ചോദ്യം വരുന്നത്. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടെങ്കിലും മരിച്ചില്ല എന്ന് വാദിക്കുന്ന അനേക വാദഗതികൾ ഉണ്ട്. അതിന് പല തിയറീസ് ഇംഗ്ലീഷിൽ ഉണ്ട്. ആ തിയറീസ് ചിലത് ഞാനൊന്ന് രത്നച്ചുരുക്കമായിട്ട് പറയാം. ഒന്ന് സൂൺ തിയറി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു താനേറ്റ അടിയുടെയും പീഡനങ്ങളുടെയും ക്ഷതനിമിത്തം ഒരു മോഹാലസ്യം പോലെ യേശുവിന് വന്നു. ക്രൂശിൽ വെച്ച് യേശുക്രിസ്തു മരിച്ചതാണെന്ന് വിചാരിച്ച് ആളുകൾ അവനെ ക്രൂശിൽ നിന്നിറക്കി കൊണ്ടുപോയി യോസഫിൻ്റെ കല്ലറയിൽ വെച്ചു. പക്ഷേ ആ കല്ലറയിലെ അന്തരീക്ഷം കുറച്ചുകൂടെ നല്ലതായിരുന്നുകൊണ്ട്, കാരണം വലിയ ചൂടില്ല, ചെറിയ മന്ദമാരുതനുണ്ട്, അതുകൊണ്ടൊക്കെ യേശുക്രിസ്തു വീണ്ടും ബോധം തെളിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബോധം തെളിഞ്ഞ ഉടനെ ആരും അറിയാതെ അവൻ അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് മൂന്നാമത്തെ ദിവസം വന്ന് ഇതാ ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെടുകയായിരുന്നു. ഇതാണ് സൂൺ തിയറി പറയുന്നത്. രണ്ടാമത്തെ തിയറി തെഫ്റ്റ് തിയറി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ക്രൂശിൽ തറയ്ക്കപ്പെട്ടു, പടയാളികൾ ക്രൂശിൽ തറച്ചിട്ട് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ വന്നു, അതോ മറ്റാരോ വന്ന് അവൻ്റെ ശരീരം ക്രൂശിൽ നിന്ന് എടുത്തു മോഷ്ടിച്ചു കൊണ്ടുപോയി അവന് പരിചരണം നൽകി. അവന് മടങ്ങി വന്നു. എന്നിട്ട് മൂന്നാമത്തെ ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ജനത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് കാണിക്കുകയായിരുന്നു എന്ന് പറയുന്നതാണ് തെഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് ഉള്ളൊരു തിയറി എന്ന് പറയുന്നത് ഇംപേഴ്സണേഷൻ തിയറി. അത് മുസ്ലിങ്ങളുടെ വാദത്തോട് ചേർന്ന് പോകുന്ന ഒരു വാദഗതിയാണ്. മുസ്ലിങ്ങളെ മാത്രമല്ല ആ വാദഗതി പറയുന്നത്, വേറെയും ആളുകളത് പറയാറുണ്ട്. പ്രധാനമായിട്ടും മുസ്ലിങ്ങളാണ് പറയുന്നത്. കാരണം യേശു അല്ല ക്രൂശിക്കപ്പെട്ടത്, യേശു പകരം മറ്റൊരാളാണ് ക്രൂശിക്കപ്പെട്ടത്. ആ വ്യക്തി മരിച്ചു, ആ വ്യക്തി ഇവിടെ കൊണ്ടുവന്ന് അടക്കി. അത് കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ ദിവസം ഇതായി ഞാൻ ഉയർത്തെഴുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് യേശുക്രിസ്തു വന്ന് പ്രത്യക്ഷപ്പെടുകയായിരുന്നു എന്ന് പറയുന്നതാണ് ഇംപേഴ്സണേഷൻ തിയറി എന്ന് പറയുന്നത്. ഇനിയും നാലാമത്തെ തിയറി എന്ന് പറയുന്നത് റോങ് ഗ്രേവ് അല്ലെ റോങ് സെപ്പൾക്കർ തിയറി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ കൊണ്ടുപോയി അടക്കിയത് എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞായറാഴ്ച രാവിലെ മറിയയും മറ്റും മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ യേശുവിൻ്റെ ശരീരം തേടിപ്പോയത് ശരിയായിട്ടുള്ള ശവക്കല്ലറയിലല്ല, തെറ്റായ ഒരു ശവക്കല്ലറയിലാണ്. സ്വാഭാവികമായിട്ടും ആ ശവക്കല്ലറ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. എന്നിട്ട് അവർ മടങ്ങി വന്ന് നോക്കൂ, യേശു ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. അത് ശിഷ്യന്മാർ ഏറ്റെടുത്ത് പാടി. അങ്ങനെയാണ് യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള സംഭവ കഥ ബൈബിളിൽ വരാൻ കാരണം. ഇങ്ങനെ പല തിയറികൾ യേശുക്രിസ്തുവിനെ കുറിച്ച് ഈ സീസണിൽ ആളുകൾ പറയാറുണ്ട്. കാരണം പുനരുത്ഥാനം എന്ന ചരിത്ര സത്യം അംഗീകരിക്കാൻ മനസ്സില്ലാത്തവരൊക്കെയും ഇങ്ങനെ പല കാര്യങ്ങൾ പറയാറുണ്ട്. ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ മറുപടിയായിട്ട് വേഗത്തിൽ പറയാം. ഞാൻ ഇംഗ്ലീഷ് ഒരു വീഡിയോ ക്ലിപ്പ് ഒന്നാമത്തെ തിയറിക്ക് വിരുദ്ധമായിട്ട് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കണ്ടുപിടിച്ച തെളിവല്ല. ജാമ ജേണൽ ഓഫ് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു മാസികയുണ്ട്, ഡോക്ടർമാർ വായിക്കുന്ന മാസികയാണ്. ചില വർഷങ്ങൾക്ക് കൊണ്ട് ഒരു അമേരിക്കൻ ഡോക്ടർ അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ട് താൻ അതിനെക്കുറിച്ച് നൽകിയതായിട്ടുള്ള
ആ റിപ്പോർട്ട് ആ ജാമായുടെ കോപ്പിയിൽ നിന്ന് ഞാൻ എടുത്തത് ഞാൻ വേറൊരു വീഡിയോ ക്ലിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലായതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. എന്നാൽ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ പോയാൽ ആ ചെറിയ വീഡിയോ ക്ലിപ്പ് വാച്ച് ചെയ്യാവുന്നതാണ്. വളരെ വ്യക്തമായിട്ട് ആ മെഡിക്കൽ ഡോക്ടർ പറയുന്നു, യാതൊരു കാരണവശാലും ഇത്രയും പീഡകളേറ്റ ശേഷം യേശുവിന് ക്രൂശിൽ വെച്ച് ജസ്റ്റ് ഒരു മഹാലസ്യം വന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ സാധ്യമല്ലായിരുന്നു. താൻ സ്വാഭാവികമായിട്ട് തന്നെ മരിച്ചു എന്ന് വളരെ വ്യക്തമായിട്ട് ആ ഡോക്ടർ തന്നെ തെളിയിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ തിയറി തെഫ്റ്റ് തിയറിയാണല്ലോ. യേശുവിൻ്റെ ശരീരം ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നാണല്ലോ. ആരാണ് യേശുവിൻ്റെ ശരീരം മോഷ്ടിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ടായിരുന്നത്? നമുക്കറിയാമല്ലോ. അതിന് സാധ്യത ഉണ്ടായിരുന്ന കൂട്ടർ ആരൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്ന് അവൻ്റെ ശിഷ്യന്മാരാണ്. പക്ഷേ ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയില്ല. യേശുവിനെ അറസ്റ്റ് ചെയ്തപ്പോഴേ അവരെല്ലാം ഓടിപ്പോയി. ആ അത്രയ്ക്ക് പേടിത്തൊണ്ടന്മാരായ അവർ റോമൻ പടയാളികൾ ക്രൂശിൽ തറച്ചു കൊന്ന ഒരാളിൻ്റെ ശരീരം വന്ന് ആ ക്രൂശിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകാനുള്ള ധൈര്യം അവർക്കുണ്ടാകും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇനി പിന്നെ അത് ഒളിച്ചു കൊണ്ടുപോകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു കൂട്ടർ യേശുവിനെ അനുഗമിച്ച സ്ത്രീകളാണ്. അവരാണ് ദൂരെ നിന്ന് യേശുവിനെ ഇവിടാണ് ക്രൂശിച്ചു വന്നെന്ന് കണ്ടവർ. ആ സ്ത്രീകൾക്ക് കടന്നു വന്ന് ഈ ക്രൂശിൽ നിന്നും ആണിയടിച്ച് കിടക്കുന്ന ഈ ശരീരത്തെ, ഒരു പുരുഷൻ്റെ ശരീരത്തെ ഇറക്കി എടുത്തുകൊണ്ട് പോയിക്കൊണ്ട് ഒളിപ്പിക്കാൻ ഉള്ള ശേഷി ഉണ്ടായിരുന്നെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലും അത് സ്വാഭാവികമല്ല. യേശു ക്രൂശിന്മേൽ തന്നെ മരിച്ചു എന്നുള്ളതാണ് സത്യം. ഇനി മൂന്നാമതായിട്ട് നമ്മൾ കണ്ടത് ഇമ്പേഴ്സേഷൻ തിയറിയാണ്. അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി ടച്ച് ചെയ്തുകൊണ്ട് ഇപ്പോൾ വീണ്ടും പറയുന്നില്ല. നാലാമതായിട്ട് നമ്മൾ കണ്ടത് റോങ് സെപ്പൾക്കർ തിയറിയാണ്. എന്ന് പറഞ്ഞാൽ യേശുവിനെ അടക്കിയിടത്തല്ല ഞായറാഴ്ച രാവിലെ യേശുവിനെ അന്വേഷിച്ചു പോയവർ തെരഞ്ഞത് എന്ന് പറയുന്നതാണ് റോങ് സെപ്പൾക്കർ തിയറി. രണ്ട് കാര്യങ്ങൾ അവരോട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഒന്ന്, അരിമത്യക്കാരനായ യോസഫ് വന്ന് ക്രൂശിൽ നിന്നും ഈ ശരീരം താഴെ ഇറക്കുന്നത് വരെ യേശുവിൻ്റെ ക്രൂശിലെ മരണം കണ്ടുവെന്ന് സഹോദരിമാർ പോയില്ല എന്നാണ് ബൈബിൾ നമ്മളോട് പറയുന്നത്. അവരെ സാവധാനത്തിൽ അരിമത്യക്കാരനായ ജോസഫിനെ അനുഗമിച്ചു. ജോസഫ് എവിടെയാണ് യേശുവിനെ കൊണ്ടുവച്ചത്, യേശുവിൻ്റെ ശരീരം കൊണ്ടുവച്ചത് എന്ന് കണ്ടിട്ടാണ് അവർ തങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോയത്. പിറ്റേ ദിവസം ശാബതായിരുന്നതുകൊണ്ട് അവർ അന്ന് മൗനമായിരുന്നു, അല്ലെ ശാന്തമായിരുന്നു. ഞായറാഴ്ച രാവിലെ ശാബത് കഴിഞ്ഞപ്പോൾ അവർ യേശുവിന് മനോഹരമായ ഒരു ശവസംസ്കാരം നൽകാൻ വേണ്ടിയാണ് കടന്നു വന്നത്. പുനരുത്ഥാനം ചെയ്ത യേശുവിനെ കാണാൻ വേണ്ടി കടന്നു വന്നതല്ല. യേശുവിനെ പെട്ടെന്ന് തകൃതിയിൽ ജോസഫ് ഒരു തുണി കൊണ്ട് പൊതിഞ്ഞ് കെട്ടി കൊണ്ടൊരിടത്ത് വെച്ചപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും യഹൂദന്മാർ ചെയ്യുന്നത് പോലെ സുഗന്ധവർഗ്ഗങ്ങൾ വെച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ സഹോദരിമാർ ആ കുറവ് തയ്ക്കാൻ വേണ്ടി കടന്നു വന്നതാണ്. സുഗന്ധദ്രവ്യവുമായിട്ട് കടന്നു വന്നതാണ്. അല്ലാതെ പുനരുത്ഥാനം ചെയ്ത യേശുവിനെ കാണാൻ വേണ്ടി കടന്നു വന്നവരല്ലായിരുന്നു അവർ എന്നുള്ളതാണ് സത്യം. അപ്പോൾ യേശുവിനെ ക്രൂശിൽ നിന്നിറക്കി ജോസഫ് അരിമത്യ തൻ്റെ ആ കല്ലറയിൽ വെട്ടിയുണ്ടാക്കിയ കല്ലറയിൽ കൊണ്ടുവന്ന് യേശുവിൻ്റെ ശരീരം വെക്കാൻ പോകുമ്പോൾ പിൻഗമിച്ച ഈ സഹോദരിമാർ ഞായറാഴ്ച രാവിലെ ചെന്ന് അന്വേഷിച്ചത് തെറ്റായ ഒരു ശവകുടീരമാണ് എന്ന് പറയുന്നതിൽ എന്താണ് പ്രസക്തി? അല്ല, അരിമത്യക്കാരൻ ജോസഫിന് അറിയത്തില്ലേ തൻ്റെ ശവകുടീരം ഏതാണെന്ന്? ഈ ശിഷ്യന്മാർ വന്ന് യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കഥ പ്രചരിപ്പിക്കാൻ തുടങ്ങിയ ഉടനെ അദ്ദേഹം പോയി അദ്ദേഹത്തിൻ്റെ കല്ലറ നോക്കത്തില്ലേ യേശുവിൻ്റെ ശരീരം ഇപ്പോഴും ഇവിടെ ഉണ്ടോയെന്ന്? ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ പറയോ? കഴിഞ്ഞ ദിവസം വേറൊരു വീഡിയോ ക്ലിപ്പിൽ ഞാൻ അവതരിപ്പിച്ച വേറെ ഒരു യാഥാർത്ഥ്യമുണ്ട്. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത ശേഷം പെന്തക്കോസ് ദിവസം മാളിക മുറിയുടെ മുമ്പിൽ തടിച്ചുകൂറിയ ആയിരക്കണക്കിന് യഹൂദന്മാരോട് പത്രോസ് എഴുന്നേറ്റ് സംസാരിക്കുമ്പോൾ താൻ സംസാരിച്ച മുഴുവൻ യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്തു എന്നുള്ള ചരിത്ര സത്യത്തെക്കുറിച്ചാണ്. അവിടെ നിന്നും 2-3 മൈൽ അകലേ ഉള്ളൂ യേശുവിനെ അടക്കിയ സ്ഥലത്തോട്ട്. അപ്പോൾ ഇത്രയും അടുത്ത് നിന്നുകൊണ്ട് ഈ പത്രോസ് ആ 2-ാമത്തെ അധ്യായത്തിൽ സുദീർഘമായ പ്രസംഗം നടത്തിയിട്ട് ഒറ്റയാൾ പോലും അന്ന് അവനെ എതിർത്തില്ല എന്നുള്ളതാണ് സത്യം. അന്നുള്ളവർ എതിർത്തില്ല. സ്വാഭാവികമായിട്ടും മഹാപുരോഹിതന്മാർ പറഞ്ഞുണ്ടാക്കിയ കഥ, യേശുവിനെ എൻ്റെ ശരീരം മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞുണ്ടാക്കിയ കഥ യഹൂദന്മാരുടെ ഇടയിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നുള്ള സത്യമാണ്.
പക്ഷെങ്കിൽ യാഥാർത്ഥ്യം അറിയാൻ താല്പര്യമുള്ളവർക്ക് ചെന്ന് കാണാമായിരുന്നു കല്ലറ ഒഴിഞ്ഞു കിടക്കുന്നത്. അതുകൊണ്ടാണ് ആയിരക്കണക്കിന് യഹൂദന്മാർ പെട്ടെന്ന് ക്രൈസ്തവ സഭയിലേക്ക് വിശ്വാസ സ്നാനം സ്വീകരിച്ച് അംഗങ്ങളായി തീരുവാണ്ടക്കോണം ഇടയായിട്ട് തീർന്നത്. പിന്നീടും ഇതിനെതിരായിട്ടുള്ള പല എഴുത്തുകളും ഉണ്ടായിട്ടുണ്ട്. സമയം മുമ്പോട്ട് പോകുന്നത് കൊണ്ട് ഞാൻ ഒക്കുമെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് വേറെ ഒരു കേൾപ്പി പറയാം. അനേകർ തട്ടി വീണൊരു കല്ലാണിത്. ആ സംഭവം ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കാം. ഇന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞ് നിർത്താൻ ആഗ്രഹിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ക്രൂശിന്മേൽ മരിച്ചു. അവൻ്റെ മൃതശരീരം അരിമത്തിക്കാരനായ ജോസഫിൻ്റെ കല്ലറയിൽ അടക്കി. 3-ാം ദിവസം രാവിലെ ഞായറാഴ്ച പ്രഭാതത്തിൽ അവൻ വാഗ്ദത്തം ചെയ്തതുപോലെ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് വന്നു. ഇന്നും അവൻ ജീവിക്കുന്നു. ഇതാണ് സത്യം.